ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? സമാസായിരുന്നു അല്ലെ? സമാസിൽ നമ്മൾ അവ്യഭാവ് പറഞ്ഞു കഴിഞ്ഞു, തത്പുരുഷ് പറഞ്ഞു കഴിഞ്ഞു, നമ്മള് കർമ്മധാര്യ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഫോർത്ത് വൺ എന്തായിരുന്നു? ഫോർത്ത് സമാസ് ദിഗു സമാസാണ് അല്ലെ? ദിഗു സമാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ദിഗു സമാസിന്റെ സ്പെഷ്യാലിറ്റി? എന്തായിരുന്നു? നമ്പേഴ്സ് ആണ് അല്ലെ? ആ സമാസില് പൂർവപദ് അല്ലെ? അതില് പൂർവപദ് എപ്പോഴും എന്തായിരിക്കും? സംഖ്യാവാചകായിരിക്കും അല്ലെ? എപ്പോഴും എന്തായിരിക്കും? സംഖ്യാവാചകായിരിക്കും. ഓക്കെ, കഭി കഭി ഉത്തർ പദ് ഭി സംഖ്യാവാചക് ഹോതാ ഹുവ ദേഖാ ജാ സക്താ ഹൈ. ചിലപ്പോഴൊക്കെ എന്തായി മാറും? ഉത്തർപദിലും നമ്പേഴ്സ് കയറി വരാറുണ്ട്. എപ്പോഴും അല്ല കേട്ടോ, ചില ഏതെങ്കിലുമൊക്കെ വേർഡ്സില്. ഓക്കെ, इस समास में प्रयुक्त संख्या किसी समूह को दर्शाती है. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. ഓക്കെ, നോട്ട് ദ മീനിങ്. എപ്പോഴും ഗ്രൂപ്പ്സിനാണ് പ്രയോറിറ്റി ഉണ്ടാവാറ്, മീനിങ്സിനല്ല ഇവിടെ പ്രയോറിറ്റി ഉള്ളത്. इससे समूह और समाहार का बोध होता है. उसे ദിഗു സമാസ് कहते हैं. ദിഗു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? എപ്പോഴും നമ്പേഴ്സ് ആണ്. ദിഗു എന്ന് പറഞ്ഞാല് നമ്പേഴ്സ് ആണ് അല്ലെ? നമ്പേഴ്സിനാണ് പ്രയോറിറ്റി വരുന്നത്. പിന്നെ ദിഗുവിന്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞത്? നമ്പേഴ്സ് എവിടെയാണ് വരിക? പൂർവപദിലാണോ ഉത്തരപദിലാണോ? പൂർവപദാണ്. ചിലപ്പോഴൊക്കെ മാത്രമേ എങ്ങോട്ടേക്ക് പോവാറുള്ളൂ? ഉത്തരപദിലേക്ക് നമ്പേഴ്സ്. മീൻസ് അത് റയർ ആണ്. എക്സാമ്പിൾ നോക്കാം. നവഗ്രഹ, നौ ഗ്രഹോं का समूह അല്ലെ? നവഗ്രഹങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ നവഗ്രഹം എന്ന് പറയുന്നത് അല്ലെ? സമൂഹ ഗ്രൂപ്പാണത്. ഓക്കെ, പിന്നെ ദോപഹർ. ദോപഹർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ? ആഫ്റ്റർനൂൺ ആണ് അല്ലെ? ദോ പെഹറോं का समाहार. അവിടെ രണ്ട് ടൈം അല്ലെ? പെഹറിന്റെ എന്താ കൂടിച്ചേരൽ നടക്കുകയാണ്. അതിനാണ് നമ്മള് ദോപഹർ എന്ന് പറയുന്നത്. ത്രിവേണി. വേണിന്റെ മീനിങ് എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വേണി? റിവർ അല്ലെ? റിവേഴ്സിനെയാണ് വേണി എന്ന് പറയണത് നമ്മള്. ത്രിവേണി എന്ന് പറഞ്ഞാലോ 3 റിവേഴ്സിന്റെ ഗ്രൂപ്പിനെയാണ് അല്ലെ? തീൻ വേണിയോ കാ സമൂഹ. കേട്ടിട്ടുണ്ടോ ത്രിവേണി എന്ന് പറയുന്ന വേർഡ്? ദാറ്റ് ഈസ് where the 3 rivers are coming and joining. It is called ത്രിവേണി. അതൊന്നുമല്ല, നമുക്ക് പഞ്ചതന്ത്ര ടെയിൽസ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ തൊട്ട് നിങ്ങൾ വായിക്കുന്നുണ്ടാവും ഇല്ലേ? പഞ്ചതന്ത്ര കഥകള്. അതില് ഫസ്റ്റ് എന്താ? 5 തന്ത്രോ കാ സമൂഹാണ് അല്ലെ? എന്താണ്? 5 തന്ത്രങ്ങളാണ് അതിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പിനെയാണ് പഞ്ചതന്ത്ര എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഹൗ കുഡ് ബി ഐഡന്റിഫൈ ദിസ്? എങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഫസ്റ്റ് അതില് നമ്പേഴ്സ് ആയിരിക്കും, ശരിയല്ലേ? അതില് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നതില് നൗൺസ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കോസ്പേര്. ഓക്കെ, ഇതിന്റെ പിന്നെ എന്ത് നമുക്ക് പറയാം? ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും ഇത് എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? എപ്പോഴും എന്താ ചെയ്യത്? ഒരു ഗ്രൂപ്പിനെയാണ് ഇത് ഇൻസിസ്റ്റ് ചെയ്യുക. എവിടെ നോക്കിയാലും നമ്മള് സപ്താഹന്റെ മീനിങ് എന്തായിരുന്നു? വീക്കാണ്. സാത് ദിനോ കാ സമൂഹ, 7 days അല്ലെ? സപ്താഹം എന്ന് പറഞ്ഞാൽ 7 daysനെയാണ് നമ്മൾ വീക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സപ്താഹ ഇൻ ഹിന്ദി. തിരങ്ക. എന്താ തിരങ്ക എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മളെ ഫ്ലാഗിന്റെ കളറാണ് അല്ലെ? നമ്മളെ ഫ്ലാഗിനെ നമ്മൾ പറയണത് തിരങ്ക എന്നാണ് അല്ലെ? ട്രൈ കളേഴ്സ് അല്ലെ? തീൻ രംഗോ കാ സമൂഹാണ് അല്ലെ? ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യാൻ? നമ്പേഴ്സ്, സംഖ്യ ഉണ്ടാവും അതില്. പിന്നെന്താണ്? അതിന്റെ സ്പെഷ്യാലിറ്റി മീൻസ് ഗ്രൂപ്പിലാണ് ഇത് വരിക അല്ലെ? ഇതില് ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ വരാം? ത്രിഭുജ് അല്ലെ? ചോ, പഞ്ച്, ഷട്ട്, ത്രി, സപ്ത്, നവ്. ഇതൊക്കെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ? സാൻസ്ക്രിറ്റ് നമ്പേഴ്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ദിഗു സമാസിൽ ഫസ്റ്റ് വരാറ്. പെട്ടെന്ന് നമുക്ക്
ഐഡന്റിഫൈ ചെയ്യുക ഇത് ഏത് സമാസാണെന്നുള്ളത്. അപ്പൊ ദ്വിഗുസമാസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിന്റെ ഫസ്റ്റില് എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കും. 1 or 2 വേർഡ്സ് എന്നാൽ ചിലപ്പോ എന്തിലേക്ക് മാറാം? ഉത്തരപദത്തിലേക്ക് മാറാം അല്ലെ? ഇത് എന്താണ്? ഒരു ഗ്രൂപ്പിനെയാണ് പറഞ്ഞു തരുന്നത്, മീനിങ്ങിനെ അല്ല. റൈറ്റ്? ഗ്രൂപ്പിനെയാണ് അത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.